പഴയ ബ്രിട്ടീഷ് രാജ്യം വെസെക്സ് ഭരിച്ചിരുന്ന രാജാവായിരുന്നു വിശുദ്ധ റിച്ചാർഡ്. അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു. മക്കൾ വിനിബാൾഡ്, വില്ലിബാൾഡ്, ബാർബുക. 3 പേരും വിശുദ്ധരായി തീർന്നവരാണ്. അവർ വിശുദ്ധരായി വളർന്നതിൽ റിച്ചാർഡിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഒരിക്കൽ ഗുരുതരമായ രോഗം ബാധിച്ച് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന മകൻ വില്ലിബാൾഡിനെ തൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും വഴി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം. നീണ്ട വർഷങ്ങളുടെ രാജഭരണത്തിന് ശേഷം ഒരു വിശുദ്ധനാവുക എന്ന തൻ്റെ ലക്ഷ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം തൻ്റെ രാജപദവി ഉപേക്ഷിച്ചു, സ്ഥാനത്യാഗം ചെയ്തു. 11 വയസ്സുള്ള മകൾ ബാർബുകായി വിംബോണിലെ മഠാധിപതിയെ ഏൽപ്പിച്ചു. ശേഷം 2 ആൺമക്കളെയും കൂട്ടി റോമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി. കപ്പൽ കയറി ആദ്യം അവർ പോയത് ഫ്രാൻസിലായിരുന്നു. അവിടെ റൂവനിൽ ദീർഘനാൾ താമസിച്ചു. ഫ്രാൻസിലുള്ള ഇതര തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിച്ചു. പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവർത്തനങ്ങളിലും മുഴുകിക്കഴിഞ്ഞു. പിന്നീട് ഫ്രാൻസിൽ നിന്ന് റോമിലേക്ക് തിരിച്ചു. ഇറ്റലിയിലെ പല ഭാഗങ്ങളും കടന്ന് ലൂക്ക എന്ന സ്ഥലത്തെത്തി. അവിടെ വച്ച് പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു. മക്കൾ അദ്ദേഹത്തെ ലൂക്കായിൽ തന്നെയുള്ള സാൻ ഫ്രെഡിയാനോ പള്ളിയിൽ സംസ്കരിച്ചു. ഇന്നും വിശുദ്ധ റിച്ചാർഡിന്റെ തിരുശേഷിപ്പുകൾ ലൂക്കായിൽ വണങ്ങപ്പെടുന്നു. ലൗകിക അധികാരം ഉപേക്ഷിച്ച് വിശുദ്ധിയെ പിന്തുടരുകയും 3 വിശുദ്ധരെ വളർത്തിയെടുക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ നിസ്സാരക്കാരനല്ല. അവന്റെ ഭക്തി അവന്റെ സന്തതികളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. അതിന്റെ ഫലമായി അവർ അനേകം ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. ദൈവ ഇഷ്ടം അനുസരിക്കാൻ വിശുദ്ധരായി തീരാൻ വിശുദ്ധ റിച്ചാർഡെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.